ഹലോ. പിന്നെ കുറേ നാൾക്ക് ശേഷം ചെറിയൊരു ട്രിപ്പ് പോണേ. ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോണല്ല, വർക്കിനായിട്ട് പോണേണ്. പോണ സ്ഥലം കട്ടപ്പന. അപ്പോൾ കട്ടപ്പനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ഒന്ന് റെഡി ആവണം. റെഡി ആയിട്ടില്ല, റെഡി ആകാൻ വേണ്ടിയുള്ള സെറ്റപ്പിലേക്കാണ്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ്, പാക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെല്ലാം പാക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അത്ര ദിവസം പരിപാടിയൊക്കെയാണെന്ന് അറിയില്ല. വർക്ക് ഇച്ചിരി അർജൻറ്റാണ്. ഓണത്തിനുള്ളിൽ വർക്ക് തീർത്ത് കൊടുക്കണമെന്നായിട്ട് പറഞ്ഞേക്കണം. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ മഴയില്ലെങ്കിൽ അതും കാണിച്ചു തരാം. ലൊക്കേഷനും എന്താണ് എൻ്റെ വർക്ക് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അപ്പം അതും പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഡ്രസ്സ്, പുതപ്പ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന് പറയണ്ടേ. കഴിഞ്ഞ ദിവസം പോകാനായിട്ടിരുന്നേ ചേർന്ന്. അപ്പോൾ നല്ല മഴയും ഉരുൾപൊട്ടലൊക്കെ ചെയ്ത കാരണം വഴി ബ്ലോക്ക് ആയിക്കണമെന്ന് വെച്ച കാരണം തിങ്കളാഴ്ച പോകാമെന്ന് വെച്ചത് ഇന്നത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകണം. ബൈക്കിനാൻ വേണ്ടി പോകാൻ വേണ്ടി പോകണം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പോകണമെന്ന് ടീനക്കും പിള്ളേർക്കൊക്കെ ചെറിയൊരു സങ്കടമുണ്ട്. മോൻ പള്ളിയിലേക്ക് പോയേക്കണേണ്, അവൻ വന്നിട്ടില്ല. അവൻ മഞ്ഞാണ് മുമ്പ് പോകുമോ എന്താണെന്ന് എനിക്ക് അറിയാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. റെഡി ആയി എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ റെഡി ആയി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പുള്ളി അക്ഷയയിലെന്തോ ആവശ്യത്തിന് പോയേക്കണായിരുന്നു. അപ്പോൾ വന്നെന്ന് പറയണ്ടേ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. റെഡി ആണല്ലോ, റെഡി ആക്കട്ടെ. റെഡി ആയിട്ട് ബാക്കി കാണിച്ച് എന്തൊക്കെയാണ് ഇതൊക്കെ എല്ലായിടത്തും ഇനി ബാഗിലേക്ക് വെക്കണം. പെട്ടെന്ന് റെഡി ആക്കട്ടെ. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. ഡ്രസ്സൊക്കെ മാറി, ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ഹെൽമെറ്റ് എടുക്കണം. ഇനി സംഭവങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയിലെല്ലാം കെട്ടിയൊക്കെ വെച്ചേക്കാണ്. പുള്ളി അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ഇറങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിയൊക്കെ കാഴ്ചകളൊക്കെ പോകണമെന്ന് എനിക്കതാണ്. ഇപ്പൊ മണി 2 മണി പോകണം. 4-5 മണിക്കൂർ. പിന്നെ ഒരിക്കലും അറിയാലോ, പതിയെ പോകും. അപ്പൊ അതനുസരിച്ചുള്ള ചെറിയ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കില്ല. ചായ കുടിച്ചൊക്കെ ആയിരിക്കും പോകണം. അപ്പൊ പോകണ വഴിക്കുന്നുണ്ടാകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇറങ്ങണ്ടേ? അപ്പൊ അച്ചു കുഞ്ഞു അപ്പൊ ഇറങ്ങണേ ടീന. അപ്പൊ ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ, ഫോൺ വിളിച്ചോളാം. അപ്പൊ വൈകുന്നേരം അച്ഛൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ടീനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ടീന പണിയിലേക്കോട്ടെ. ഞാനിപ്പോ ഓക്കെ ബൈ. കൊറേ നാളത്തേക്ക് ശേഷം പോണോണ്ട് അതെ, ഹെൽമെറ്റ് ഒക്കെ ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊടുപുഴയൊക്കെ കഴിഞ്ഞ് ഒരു ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. മഴ വന്നപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഓടി ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചൻ്റെ അടുത്ത് ഏകദേശം ഒരു മൂലമറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഒരു ലൊക്കേഷൻ, അടിപൊളി ഒരു വ്യൂ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തെത്താറായി. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററും കൂടെ ആയിട്ടുള്ളൂ കട്ടപ്പന ടൗണിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 8:30-9 മണി അടുത്തായി രാത്രി. ഒരുപാട് വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, മൂലമറ്റത്തുനിന്ന് ഒരു യു ടേൺ പോലത്തെ ഒരു സ്ഥലം കാണിച്ചായിരുന്നല്ലോ. അവിടെ എത്തി കുറച്ച് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കയറ്റം കയറിയപ്പോഴത്തേക്കും ബൈക്കിൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി. അപ്പോൾ അത് മാറാൻ വേണ്ടി രണ്ടാമത് നമ്മൾ താഴെ ഇറങ്ങി വർക്ക്ഷോപ്പിൽ പോയി ശരിയാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് ഇത്രയും വൈകിയത്. അങ്ങനെ അത്രയും വൈകിയോ ഞങ്ങളിവിടെ നിന്ന് വന്ന്. അപ്പോൾ അവിടെ റൂമിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. കയറിയപ്പോഴത്തേക്കും ആ കടയിൽ ചോദിച്ചപ്പോഴത്തേക്കും ദോശയും ഇതൊക്കെ ഉണ്ടായത്. അത് രാത്രി ടൈം ആയതുകൊണ്ടായിരിക്കാം അവിടെ അതൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ദോശയും സാമ്പാർ, ചമ്മന്തി ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മറ്റേ കൂടെയുള്ള പുള്ളി കൈ കഴുകാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ ഇവിടെ കയറി ഞാൻ കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ കട്ടപ്പന എത്തി. രാത്രിയായപ്പോഴെത്തിയത്. എന്നുവെച്ചാൽ നല്ല മഴയും ഇതൊക്കെ ചെയ്ത് കാരണം പതിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് താമസം വന്ന് കയറി കുളിക്കണം, റെഡിയാവണം. ഇപ്പോൾ വീഡിയോ ഞാൻ ഇത്ര വെച്ച് നിർത്തണതാണ്. ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ.